നുണ പറയാൻ പാടില്ല എന്ന് പഠിപ്പിച്ചത് അമ്മ തന്നെയാണ് കേട്ടോ. പക്ഷേ ചില നേരത്ത് ചില നുണകൾ അമ്മ തന്നെ പറയും. വീട്ടിൽ നിന്ന് ഡ്രസ്സ് വാങ്ങാൻ പോകുമ്പോൾ കയ്യിലുള്ള പണം മതിയാകുമോ എന്ന് ആശങ്ക ആദ്യം അമ്മയ്ക്കായിരിക്കും. കടയിൽ ചെന്നാൽ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സുകൾ തിരഞ്ഞെടുത്ത് വാങ്ങും. എന്നാലോ സ്വന്തം കാര്യം വരുമ്പോൾ എനിക്ക് ഡ്രസ്സൊക്കെ ഉണ്ട്, ഇനി എന്തിനാ വെറുതെ ഡ്രസ്സ് വാങ്ങുന്നത് എന്നൊരു നുണ പറഞ്ഞ് അമ്മ തൻ്റെ ആഗ്രഹങ്ങൾ മാറ്റിവെക്കും. സത്യത്തിൽ ഡ്രസ്സ് വേണ്ടാത്തത് കൊണ്ടല്ല, ഞങ്ങൾക്ക് കുറവൊന്നും വരരുത് എന്ന ചിന്ത കൊണ്ടാണ് കേട്ടോ. പിന്നെ ഏതെങ്കിലും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കിയാൽ അതിൽ കുറവ് വന്നാൽ ആദ്യം അത് ഞങ്ങൾക്കായിരിക്കും മാറ്റിവെക്കുക. എന്നിട്ട് പറയും, ഞാനിത് മുമ്പേ കഴിച്ചതാണ്, എനിക്കിത് മടുത്തു എന്നൊക്കെയുള്ള ചെറിയ നുണകൾ പറഞ്ഞ് അമ്മ മാറി നിൽക്കും. പിന്നെ വീട്ടിൽ ബാക്കിയുള്ളത് എന്താണോ അതാണ് അമ്മ കഴിക്കുക. ഒരു സങ്കടം തുറന്നു പറയാനും കെട്ടിപ്പിടിച്ച് കരയാനും മടിയിൽ കിടന്ന് തലോടൽ ഏറ്റുവാങ്ങാനും അമ്മേനേക്കാൾ നല്ലൊരു കൂട്ടുകാരി മറ്റാരുമില്ല കേട്ടോ. പുറത്തേക്ക് പോകുമ്പോഴും തിരികെ വരുമ്പോഴും ആദ്യം അന്വേഷിക്കുന്നത് അമ്മേനായിരിക്കും. അമ്മേ എന്നൊരു വിളി കേൾക്കാതെയും വിളിക്കാതെയും ആ ദിവസം പൂർണ്ണമാകില്ല. സത്യം പറയുകയാണെങ്കിൽ വീട്ടിൽ അമ്മ അല്ലാത്തൊരു ദിവസം പോലും ചിന്തിക്കാൻ പറ്റില്ല. അമ്മയാണ് ആ വീടിൻ്റെ ഹൃദയം. എപ്പോഴും അമ്മോട് വഴക്കിടുന്നത് കൂടുതലും ഡ്രസ്സിൻ്റെ കാര്യത്തിലായിരിക്കും കേട്ടോ. എത്ര പുതിയ ഡ്രസ്സ് വാങ്ങിച്ചാലും പിന്നെയും മറ്റൊന്ന് വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കും. അപ്പോഴൊക്കെ അമ്മയുടെ സ്ഥിരം ഒരു ഡയലോഗ് വരും, ഞങ്ങൾക്ക് പണ്ട് ഇതൊന്നും ഉണ്ടായിരുന്നില്ല, നിങ്ങൾക്കിപ്പോൾ എന്തൊക്കെയാണ് കയ്യിലുള്ളത്, അതൊന്നും സൂക്ഷിക്കാൻ പോലും പറ്റുന്നില്ല എന്ന്. അന്നത് കേൾക്കുമ്പോൾ വഴക്കായിരുന്നെങ്കിലും ഇന്ന് മനസ്സിലാകുന്നു, അത് അമ്മയുടെ പഴയ ജീവിതാനുഭവങ്ങളും കഷ്ടപ്പാടുകളും ഞങ്ങളെ പഠിപ്പിക്കാനുള്ള ശ്രമയാണെന്ന്. സ്വന്തം സന്തോഷത്തേക്കാൾ ഞങ്ങളുടെ സന്തോഷമാണ് അമ്മയുടെ ഏറ്റവും വലിയ സന്തോഷം.